അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല. കുളിക്കുന്നതിന് മുന്നേ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഒരു പൊറോട്ട ഉണ്ടായിരുന്നു, ഒരു പൊറോട്ടയും അതിനെന്തോ പുതിയ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത്. പിന്നെന്താ, ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ തേക്കുന്നുണ്ട്. സൺസ്ക്രീൻ തേച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. ഞാൻ സൺസ്ക്രീനൊക്കെ തേച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, മഴ പെയ്തു. അപ്പോൾ പിന്നെ ഏകദേശം എല്ലാം കുളമായി. സൺസ്ക്രീൻ ഇടണ്ടായിരുന്നു. പിന്നെ ശരി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. സൺസ്ക്രീൻ വീട്ടിനുള്ളിലാണ് കേട്ടോ, മഴ പെയ്യുന്നുണ്ട് നല്ലോണം, പക്ഷെ അതറിയില്ല. പിന്നെ ഞാൻ ജോലി ചെയ്തു. കുറച്ച് അമ്മയും അച്ഛനും വീട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. കാറിൽ കയറിയിട്ട് പിന്നെ അവിടെ എത്തി. ഞാൻ വന്നിട്ട് പനീർ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ട് ബിരിയാണി, അച്ഛനും ബിരിയാണി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫലൂഡ ഓർഡർ ചെയ്തു. ഈ സോഷ്യൽ കിച്ചണിൽ പോയാൽ മസ്റ്റ് ട്രൈ ആയിട്ടും ഫലൂഡയാണ് കേട്ടോ. ഫലൂഡ ഞാൻ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ഐസ്ക്രീം ആയിരുന്നു, അമ്മ സ്ട്രോബെറി ആയിരുന്നു, അച്ഛൻ മാംഗോ ആയിരുന്നു. അച്ഛൻ്റെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്കറിയാതെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ സൂം ചെയ്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സൂം ചെയ്തപ്പോൾ ഞാൻ പിന്നെ കണ്ടു. അപ്പോൾ പിന്നെ അച്ഛൻ വീഡിയോ നിർത്തി. പിന്നെ ഞാൻ വയലിൻ ക്ലാസ്സിന് പോയത്. വയലിൻ ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോൾ ഒരു ഇരുമ്പാമ്പുളി കിട്ടി കേട്ടോ. ഇരുമ്പാമ്പുളി നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇത് നല്ല പുളിപ്പുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ എടുത്ത് കഴിച്ചു. വേറെ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് എന്തായാലും ഇഷ്ടമായി, എന്നാലും പുളിപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് ഞാൻ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിപ്പോൾ വേഗം വെച്ചിട്ടുണ്ട്, വേവട്ടെ. ഞാൻ ഇതിലിപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം അങ്ങനെ ഒരുമാതിരി പൊടിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ജീരകത്തിന് ഞാൻ പൊടിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ ഇട്ടു. ഇതിലിപ്പോൾ ബ്രെഡ് ക്രാംസും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഗൈസ്. അതൊക്കെ ചെയ്തു ഗൈസ്, കുഴപ്പമില്ലാതെ വന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു, എനിക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഉറങ്ങുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്ന, വീഡിയോ എടുത്ത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഗൈസ്, ഞാനൊരു ലോലിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും ഞാൻ ഈ ജോളി എന്നുള്ള ലോലിപോപ്പാണ് വാങ്ങിക്കാറ്, അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, പൊട്ടിച്ചെടുത്തു. അപ്പം എൻ്റെ മുഖത്തൊന്നും ഉണ്ടായിരുന്നു, ഞാൻ തുടയ്ക്കണ്ടായിരുന്നു അത്. പിന്നെ മാംഗോൻ്റെ ലോലിപോപ്പായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, കാരണം എനിക്ക് കുറേ ചെറുതായിട്ടൊരു ജലദോഷമുണ്ട്. സോ ഞാൻ അത് കഴിച്ചിട്ട് വീഡിയോ നിർത്തിയിട്ട് പോയി. പിന്നെ രാവിലെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാൻ ക്ലീൻ ചെയ്യായിരുന്നു. രാവിലെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് ക്ലീനിങ് ആയിരുന്നു. എൻ്റെ ടേബിളൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അത് ഞാനൊന്ന് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അടുക്കി പെറുക്കി വെച്ചുള്ളൂ, പിന്നെ ഞാൻ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഞാൻ കോസുപ്പേരി, അതായത് മുട്ടക്കോസും ചോറും. പിന്നെ നമ്മുടെ കൊറിയർ ചേട്ടൻ വന്നിട്ട് ഒന്ന് വാതിൽ മുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ കോളേജ് ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമൊക്കെ ആയി, പക്ഷേ അതിൽ വന്ന പോലത്തെ കളർ എന്ന് പറയുമ്പോൾ ചെറിയ കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഉണ്ടാവുന്നതാണ്, എല്ലാത്തിലും ഉണ്ടാവുന്നതാണ്. നന്നായി ഉണ്ടായിരുന്നു. പാഴ്സലൊക്കെ ഞാൻ ഒന്ന് തുറന്ന് നോക്കി, എന്നിട്ട് തല കെട്ടാൻ പോയി. എനിക്ക് കെട്ടണമല്ലോ. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കെട്ടുകയാണ്. ഞാൻ കണ്ണാടി നോക്കിയിട്ട് എപ്പോഴും കെട്ടാറ്. ഇതിൽ നോക്കിയിട്ട് കെട്ടിയിട്ട് എനിക്ക് ശീലമില്ല. കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് കെട്ടും, കണ്ണാടി നോക്കാതെയും കെട്ടുമൊക്കെ ചെയ്യും. എന്നാലും ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കെട്ടും. പിന്നെ രാവിലെ എണീറ്റതും ഞാനൊരു ബോൺവിറ്റ കുടിച്ചു. ബോൺവിറ്റാണ് ഞാൻ എപ്പോഴും കുടിക്കാറ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 10 മണിയായപ്പോൾ ഞാനൊരു പയറില്ലേ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചു. പയർ കഴിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ ഉപ്പേരിക്ക് വേണ്ടിയല്ല, വെറുതെ വെച്ചതാണ്. അപ്പം ഞാൻ അത് കഴിച്ചു. പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി വെച്ചു. ഉപ്പേരിയൊക്കെ വെച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് കഴിച്ചു, ഒരു ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ബൈ.